നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ എക്കോണമി വളരെയധികം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താൽക്കാലികമായ ചില താഴ്ചകൾ ഒഴിവാക്കിയാൽ മാർക്കറ്റ് പൊതുവേ തന്നെ സെക്കൻഡറി മാർക്കറ്റ് പ്രത്യേകിച്ചും വളരെ വേഗത്തിൽ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളുടെ IPO രംഗത്താണെങ്കിലും വളരെയധികം മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സെപ്റ്റംബർ മാസത്തിൽ ഇതിനോടകം തന്നെ പല IPOകളും വന്നു കഴിഞ്ഞു. അതിൽ പലതും ഇതിനോടകം തന്നെ ലിസ്റ്റും ചെയ്തു കഴിഞ്ഞു. നമുക്കറിയാം, ഈ ലിസ്റ്റ് ചെയ്തത് എല്ലാം തന്നെ വളരെ മികച്ച രീതിയിലാണ് ലിസ്റ്റിംഗ് ഗെയിൻ കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് ചെയ്ത അന്ന് തന്നെ വളരെയധികം ലാഭമെടുത്ത് മാറാനായിട്ട് പല ഇൻവെസ്റ്റേഴ്സും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന ഓഹരി 65% മുകളിലാണ് ലിസ്റ്റിംഗ് ദിവസം ലാഭം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്രോസ് ലിമിറ്റഡ് 8.25%, ടോളിൻസ് ടയേഴ്സ് 5.93%, ബജാജ് ഹൗസിംഗ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബജാജിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. 160%-നടുത്താണ് ലിസ്റ്റിംഗ് ദിവസം ഇത് ഉയർന്നിട്ടുള്ളത്. അപ്പോൾ വളരെയധികം ലാഭം കിട്ടിയ ഒരു ഓഹരിയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്നുള്ളത്. അതുപോലെ തിരുപ്പതി ബാലാജി അഗ്രോ 13%-ന് മുകളിലും, ഗാല പ്രിസിഷൻസ് എഞ്ചിനീയറിംഗ് 43%-ന് മുകളിലും ഒക്കെയാണ് ഇതിനോടകം തന്നെ ലിസ്റ്റിംഗ് ദിവസം ഗെയിൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം മികച്ച രീതിയിൽ തന്നെയാണ് IPOകളും മുൻപോട്ട് പോകുന്നത്. നമുക്ക് ഇന്ന് ഒരു IPOയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് കേൾക്കാൻ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. മൻബ ഫിനാൻസ് ലിമിറ്റഡ് എന്ന താനെ ബേസ്ഡ് ആയിട്ടുള്ള, മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൻബ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. ഇത് സെപ്റ്റംബർ 23 ഇതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആകുന്നത്. 150.84 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 വീലേഴ്സ് 3 വീലേഴ്സ്, അത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള 2 വീലേഴ്സ് 3 വീലേഴ്സിനും അതുപോലെ തന്നെ യൂസ്ഡ് കാറുകൾക്കും ഫിനാൻസ് നൽകുന്ന ഒരു കമ്പനിയാണ് മാൻബ ഫിനാൻസ് ലിമിറ്റഡ് എന്നുള്ളത്. അതുപോലെ തന്നെ അവർ ചെറിയ രീതിയിൽ പേഴ്സണൽ ലോണുകളും നൽകുന്നുണ്ട്. ഈ കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മൻബ ഫിനാൻസ് ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എംപ്ലോയീസും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. ഇവർ ഒരു ഫിനാൻസ് നൽകുക എന്ന് പറഞ്ഞാൽ, ഒരു വാഹനത്തിന് ഫിനാൻസ് നൽകുക എന്ന് പറഞ്ഞാൽ 85% അവർ ലോണായിട്ട് കൊടുക്കുന്നത്. അതായത് ഓൺ ദ റോഡ് വിലയാണ്. ഒരു വാഹനത്തിൻ്റെ ഓൺ ദ റോഡ് വിലയുടെ 85% കമ്പനി ഫിനാൻസ് ചെയ്യും. ബാക്കിയുള്ളത് മാത്രം കസ്റ്റമർ കയ്യിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുള്ളൂ. ഇവരുടെ ബ്രാഞ്ചുകൾ അധികവും മെട്രോപൊളിറ്റൻ സിറ്റികളിലും പിന്നെ അർബൻ സെമി അർബൻ പ്രദേശങ്ങളിലൊക്കെയാണ്. അവർ അതിൻ്റെ പരിസരത്തുള്ള റൂറൽ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിനും അതിൻ്റെ സർവീസ് നൽകുന്നുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 1100ഓളം ഡീലേഴ്സാണ് കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത്. അതിൽ ഏകദേശം ഒരു 200ഓളം പേര് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണല്ലോ ഇപ്പോൾ ഒരു തരംഗമായിട്ട് വന്നിരിക്കുന്നത്. സ്കൂട്ടറുകളും ബൈക്കുകളും 2 വീലേഴ്സും 3 വീലേഴ്സും ഇലക്ട്രിക്കലായിട്ട് ഉള്ള സ്ഥിതിക്ക് ഏകദേശം 200ഓളം ഡീലേഴ്സ് അത്തരത്തിലുള്ളതുകൊണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് കമ്പനിയുടെ സേവനം ഏറ്റവും കൂടുതൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്യൂവിന് മുമ്പ് മുഴുവൻ ഓഹരികളും പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ് മാൻബയുടെ. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ മനീഷ് കിരിത് കുമാർ ഷാ, നികിത മനീഷ് ഷാ, അതുകൂടാതെ മോനിൽ മനീഷ എന്നീ 3 ഇൻഡിവിജ്വൽസും, അതുകൂടാതെ കോർപ്പറേറ്റ് ആയിട്ടുള്ള മൻബ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആവലോൺ അഡ്വൈസറി ആൻഡ് കൺസൾട്ടൻറ്റ് സർവീസസ് ലിമിറ്റഡ്, മൻബ ഫിൻകോർ പ്രൈവറ്റ് ലിമിറ്റഡ്, മൻബ ഇൻഫോടെക് LLP, കൂടാതെ മനീഷ് കിരിത് കുമാർ ഷായുടെ ഫാമിലി ട്രസ്റ്റും. അപ്പം മനീഷ് കിരിത് കുമാർ ഷായാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇനി കമ്പനിയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ EPS 6.25, പി റേഷ്യോ 19.21, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 15.66%, NAV 53.21. ഇനി ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കാം. റവന്യൂ 2022 106.59 ആയിട്ടുള്ളത് അടുത്ത വർഷമായപ്പോൾ 133.32 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 24 ആയപ്പോഴത്തേക്ക് 191.59 കോടി രൂപയാണ് ഇതിൻ്റെ റവന്യൂ. നെറ്റ് ഇൻകം ആണെങ്കിൽ 9.74 ആയിരുന്നു 2022 ഇതിൻ്റെ അറ്റാദായമെങ്കിൽ 2023 ആയപ്പോൾ 16.58 കോടി രൂപയായി. അത് 2024 ആയപ്പോഴത്തേക്കും 31.42 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മികച്ച ഒരു കണക്കാണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം 44% ഇതിൻ്റെ റവന്യൂവിൽ ഉയർച്ചയുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന അറ്റാദായത്തിൽ 90% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മാൻബ ഫിനാൻസിൻ്റെ പി റേഷ്യോ 19.21 ആണെന്ന് നമുക്കറിയാം. ഇനി ബെയ്ഡ് ഫിൻസർവ് അതിൻ്റെ പി റേഷ്യോ 13.65, അർമാൻ ഫിനാൻഷ്യൽ സർവീസസ് 8.57, മാസ് ഫിനാൻഷ്യൽ സർവീസസ് 18.13 എന്നിങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി ഈ കമ്പനി ഇപ്പോൾ ഇഷ്യൂ വഴി സ്വരൂപിക്കുന്ന ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് മുടക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അവർ 138.77 കോടി രൂപയും ഇതിൽ വിനിയോഗിക്കുന്നത് അവരുടെ ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെ, ഫ്യൂച്ചർ ക്യാപിറ്റൽ ആവശ്യത്തിലേക്കാണ്. അതായത് ലെൻഡിങ്ങിന് വേണ്ടി തന്നെയാണ് കമ്പനി ആ പണം മുടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള തുക അവരുടെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും മുടക്കുമെന്നാണ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. മാൻബ ഫിനാൻസ് എന്ന മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. സെപ്റ്റംബർ 23 മുതൽ 25 വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 114 രൂപ മുതൽ 120 രൂപ വരെയാണ്. ഏകദേശം 1.25 കോടി ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. അത് എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ്. 150.84 കോടി രൂപയാണ് ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂ സൈസും അതുതന്നെയാണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ലല്ലോ. അത് റീറ്റെയിലേഴ്സ് മിനിമം അപേക്ഷിക്കേണ്ടത് 125 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിനാണെങ്കിൽ 14 ലോട്ട് മുതൽ 66 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 10 രൂപയായിരിക്കും. റീറ്റെയിൽ അലോക്കേഷൻ വരുന്നത് 35%. 15% HNIസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് അവർ കൊടുക്കുന്നത്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 26 ആയിരിക്കും എന്ന് പറയപ്പെടുന്നു. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. അത് സെപ്റ്റംബർ 30 ആയിരിക്കാനാണ് സാധ്യത. ഇഷ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ 602.87 കോടി രൂപയ്ക്കുള്ളതായിരിക്കും ഇതിൻ്റെ അപ്പർ ബാൻഡ് വെച്ച് കണക്കാക്കുമ്പോൾ. ഇനി നമുക്കിതിൻ്റെ ലീഡ് മാനേജർ HEM സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ രജിസ്ട്രാർ ലിങ്ക് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ആയിരിക്കും. ഇനി അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് നോക്കുകയാണെങ്കിൽ ഫിനാൻസ് കമ്പനിയാണ്. ഇപ്പോൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെയൊക്കെ ആ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നും വരില്ലെങ്കിലും ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എത്രമാത്രം ലാഭം കിട്ടുമെന്നുള്ളതിൽ ഒരു ചെറിയ സംശയമുണ്ട്. എങ്കിലും വലിയ നഷ്ടം വരാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. മാൻബ ഫിനാൻസ് ലിമിറ്റഡിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കേട്ടത്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക, ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.